ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത് ഫ്രൈഡേ ആയി. അപ്പൊ എല്ലാവരും ജോലി ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിന്ന് റിലാക്സ് ആയിരിക്കുന്ന സമയമായിരിക്കില്ലേ. അപ്പൊ ഞാനും എന്താ ജോബൊക്കെ കഴിഞ്ഞു, ഡിന്നറൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടികളിലാണ്. പുറത്താണെങ്കിൽ മഴ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അതിനു മുന്നേ ഞങ്ങൾ പോയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങി. കുറെ നാളായി മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോ കുറച്ച് ചെമ്മീൻ, ഒരു 1/4 കിലോ ചെമ്മീനൊക്കെ വാങ്ങിയുള്ളൂ. അത് ക്ലീൻ ചെയ്തതാണ് ഓൾറെഡി. എന്നാലും അതിന്റെ ആ ഒരു അഴുക്കൊക്കെ കളയണം. ഇനി ആ സെന്ററിലുള്ള അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഓൾറെഡി ക്ലീൻഡ് ആണ്. പിന്നെ കുറച്ച് കിളിമീനും വാങ്ങിയിട്ടുണ്ട്. അത് നാളെ ഫ്രൈ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അതിന്റെ ഒരു ചെമ്മീനും വാങ്ങി ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഓൾറെഡി ക്ലീൻ ചെയ്തിരിക്കുന്ന ചെമ്മീനാണ്. ഇത്രയും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതിന്റെ ആ ഒരു നടുക്കുള്ള ആ ഒരു അഴുക്കൊക്കെ കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വലിച്ചു കളയാണ് ചെയ്യാറ്. അപ്പൊ ഇത് അത്യാവശ്യം വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിന് തന്നെ 2 പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പുളിയുള്ള പച്ചമാങ്ങ ഒരു 1/4 ഭാഗം, ഒരു വലിയ മാങ്ങയായിരുന്നു, അതിന്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാനിങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുളിയുള്ളത് ഇഷ്ടമാണ് കറിക്ക്. അപ്പോൾ അത് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ മാങ്ങ എടുത്തിട്ടുണ്ട്. പുളി കുറവുള്ളതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒരു 1/2 ഭാഗം എടുത്താൽ മതി. ഈ ഒരു മൺചട്ടിയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ ഇട്ടു. നല്ല കഴുകി ക്ലീൻ ചെയ്ത ചെമ്മീനാണ്. കുറച്ചുള്ളൂ കേട്ടോ ചെമ്മീൻ. ഇനിയും ഞാൻ ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക്, അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു 5 പച്ചമുളക് ഇങ്ങനെ ജസ്റ്റ് കീറി ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ മാങ്ങ ഇട്ട് കൊടുക്കാണ്. പിന്നെ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ 5-6 മുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നല്ല തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റിന്റെ അടുത്തായി. ഇപ്പൊ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കറിക്ക് ഇത്തിരി കളർ കുറവായതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എനിക്ക് കറിക്ക് ഇത്തിരി കളറൊക്കെ ലുക്കൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് ഇഷ്ടം കുറച്ചുകൂടി. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ്സോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ കുറച്ച് ഉപ്പോടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കാരണം നല്ല പുളിയുള്ള മാങ്ങയുള്ളൂ, അപ്പോൾ ആ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. കറി ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പോലെ ആയിട്ടുണ്ട്. മാങ്ങയൊക്കെ ശരിക്കും നന്നായിട്ട് വെന്ത്, ചെമ്മീനൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെയും ചേർത്ത് കൊടുക്കാനേ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തു. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനി ഓഫ് ചെയ്യാൻ പോകണേ. കറി ഞാൻ ഓഫ് ചെയ്തു. പക്ഷെ എന്നാലും ചട്ടിയുടെ ചൂട് കൊണ്ട് അത് തിളക്കുന്ന പോലെ വന്നതാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല കുറുകി നല്ല തിക്കായിട്ടുള്ള കറിയാണ്.
ഞാനത് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. ഇത് ചോറിന്റെ കൂടെയും ഈ പുട്ടിന്റെ ഒക്കെ ഒപ്പം നല്ലതാണ്. അത് മാത്രമല്ല ചപ്പാത്തിയുടെ ഒപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തെന്ന് നോക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോ കറി റെഡിയായി, ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. കറി അങ്ങനെ റെഡിയാണ്. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഉപ്പൊക്കെ നല്ല കറക്റ്റ് ആണ്. ഉപ്പ് കുറച്ച് നന്നായിട്ട് ഇട്ടാലാണ് നമ്മൾ ആ ഒരു പുളിയുള്ള മാങ്ങ ഇട്ടത് കാരണം അത് ഒന്ന് കറക്റ്റ് ആവുക. അപ്പൊ അതാണ് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഇട്ടത്. അപ്പോ അതെ ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ലൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് തേങ്ങ അരച്ചതും കുറച്ച് മാങ്ങയും ഒക്കെ ഇട്ടിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കണ്ടോ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത്. ഇതിന്റെ കൂടെ ശരിക്കും വേണ്ടത് കുറച്ച് ചൂട് ചോറാണ്. പക്ഷെ ഞാൻ വൈകുന്നേരം ആയതുകൊണ്ട് ചോറ് ഉണ്ടാക്കലില്ല. അപ്പോൾ ചപ്പാത്തി എന്തെങ്കിലും റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചോണ്ടിരിക്കാൻ തോന്നും. ഭയങ്കര ടേസ്റ്റാണ് ഈ ചെമ്മീന്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.